നവഗ്രഹം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ അധ്യായത്തിൽ ചതുർത്ഥസ്കന്ധത്തിലെ അഹങ്കാരാവർത്തനം ആണ് വായിച്ചത്. ഇനി വായിക്കുന്നത് പ്രഹ്ലാദ നാരായണ സമാഗമം ആണ്. അത അഷ്ടമോധ്യായ പ്രഹ്ലാദ നാരായണ സമാഗമം. സൂത ഉവാച ഇതി പൃഷ്ടസ്തദാ വിപ്രോ രാജ്ഞാ പരീക്ഷിതേന വൈ ഉവാച വിസ്തരാ സർവം വ്യാസ സത്യവതി സുതാം. ഇങ്ങനെ പരീക്ഷിത്തിന്റെ മകനായ ജനമേജയൻ സംശയങ്ങൾ ചോദിച്ചപ്പോൾ സത്യവതി പുത്രനായ വ്യാസൻ ഓരോന്നിനും വിസ്തരിച്ച് മറുപടി പറഞ്ഞു. ജനമേജയോ അഭിധർമാത്മാ നിർവേദം പരമം ഗതാ ചിത്തം ദുശ്ചരിതം മത്വാ വൈരാടി തനയസ്യ വൈ. തന്റെ പിതാവായ ഉത്തരാപുത്രൻ ദുഷ്ടചിത്തനായിരുന്നുവല്ലോ എന്ന് ഓർത്ത് ധർമാത്മാവായ ജനമേജൻ അത്യധികം ദുഃഖിച്ചു. തസ്വൈവോദ്ധരണാർത്ഥായ ചകാര സതതം മനാ വിപ്രാവമാനപാപേന യമലോകഗതസ്യ വൈ. മഹർഷിയെ അപമാനിച്ചത് മൂലമുണ്ടായ പാപത്താൽ യമലോകം പോകിയ അദ്ദേഹത്തെ ഉദ്ധരിക്കുന്ന കാര്യത്തിലാണ് ആ രാജാവിന്റെ മനസ്സ് സദാ മുഴുകിയിരിക്കുന്നത്. ഉന്നാമ നരകാത്യസ്മാത് ത്രായതേ പിതരം സ്വകം പുത്രേതി നാമസാത്തം സ്യാത്തേന തസ്യ മുനീശ്വര. ഹേ മഹർഷീശ്വരന്മാരെ, നാമ നരകത്തിൽ നിന്നും സ്വന്തം പിതാവിനെ രക്ഷിക്കുന്നവന് മാത്രമേ പുത്രശബ്ദം അർത്ഥവത്തായി തീരൂ. സർപ്പദഷ്ടം നൃപം ശ്രുത്വാ ഹർമ്യോപരി മൃതം തഥാ വിപ്രശാപദൗത്തരേയം സ്നാനധാന വിവർജിതം. വിപ്രശാപത്താൽ സർപ്പദംശനമേറ്റ് സ്നാനദാനാദികളൊന്നും കൂടാതെ ഉത്തരാസുതനായ പരീക്ഷിത്ത് മാളിക മുകളിൽ കിടന്ന് മരിച്ചെന്നു കേൾക്കുകയും പിതുർഗതിം നിശമ്യാസോ നിർവേദം ഗതവാൻ നൃപ പരീക്ഷിതോ മഹാഭാഗാ സംതത്തായ ഭയവിഹ്വലാം. തന്റെ പിതാവിന് ലഭിക്കാൻ പോകുന്ന ദുർഗതിയെപ്പറ്റി മനസ്സിലാക്കുകയും ചെയ്തതിനാൽ അവശനായി തീർന്ന മഹാഭാഗനായ മഹാരാജാവ് ദുഃഖിതനും ഭയവിഹ്വലനുമായി തീർന്നു. പപ്രച്ഛാദമുനിം വ്യാസം ഗൃഹാഗതമയം മനിന്ദിത നരനാരായണ സ്വേമാം കഥാം പരവിസ്തൃതാം. അങ്ങനെയിരിക്കെയാണ് ഗൃഹാഗതനായ വ്യാസമുനിയോട് അദ്ദേഹം നരനാരായണന്മാരുടെ കഥ വിനയപൂർവ്വം വിസ്തരിച്ചു ചോദിക്കാനിടയായത്. വ്യാസ ഉവാച സ യഥാ നിഹതോ രൗദ്രോ ഹിരണ്യകശിപോ നൃപ തഥാ രാജ്യേ പ്രഹ്ലാദോ നാമ സൽതത്സുധാം. രൗദ്രമൂർത്തിയായ ഹിരണ്യകശിപു വധിക്കപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന്റെ പുത്രനായ പ്രഹ്ലാദൻ രാജാവായി അഭിഷേകം ചെയ്യപ്പെട്ടു. തസ്മിൻ ശാസതി ദൈത്യേന്ദ്രേ ദേവബ്രാഹ്മണ പൂജകേ മകേർഭൂമ്യാം നൃപതയോ യജന്ത ശ്രദ്ധയാന്വിത. ദേവബ്രാഹ്മണ പൂജകനായ ആ ദൈത്യശ്രേഷ്ഠൻ രാജാവായി വാഴുകെ രാജാക്കന്മാർ ഭൂമിയിൽ ശ്രദ്ധയോടുകൂടി യാഗങ്ങൾ ചെയ്തു. ബ്രാഹ്മണാശ തപോധർമ്മ തീർത്ഥയാത്രാശ കുർവദേ വൈശ്യാശ സുസവൃത്യസ്താരു ശൂദ്രാ ശുശ്രൂഷണേ തഥാം. ബ്രാഹ്മണർ തപസ്, ധർമ്മം, തീർത്ഥയാത്ര തുടങ്ങിയ യഥാവിധി അനുഷ്ഠിച്ചു. വൈശ്യർ അവരുടെ വൃത്തികളിൽ മുഴുകി. ശൂദ്ര ശുശ്രൂഷാനിതരായി. നൃസിംഹേന ച പാതാളേ സ്ഥാപിതാസോ അധ ദൈത്യരാട് രാജം ചകാർ തത്രൈവ പ്രജാപാലന തത്പര. പിന്നെ അദ്ദേഹത്തെ നരസിംഹമൂർത്തി പാതാളാധിപതിയാക്കി മാഴിച്ചു. അവിടെയും അദ്ദേഹം പ്രജാബല തൽപരനായി രാജ്യം വാണു. കഥാചിത് ഭൃഗുപുത്രോ അദാ ചവനാഗ്യോ മഹാതപ ജഗാമ നർമ്മദാം ശ്രാതും തീർത്ഥം വൈ വ്യാഹൃതീശ്വരം. ഒരിക്കൽ ഭൃഗുപുത്രനായ ചവനൻ എന്ന മഹാതപസി നർമ്മദാ നദിയിലെ തീർത്ഥസ്നാനമായ ഓങ്കാരകുണ്ടത്തിലേക്ക് തീർത്ഥസ്നാനത്തിന് പോയി. രേവാം മഹാനദീം ദൃഷ്ട്വാ തതസ്തസ്യാമവാദരത് ഉത്തരന്തം പ്രജഗ്രാഹ നാഗോ വിഷയഭയങ്കര. മഹാനദിയായ രേവതിയെ ദർശിക്കെ അദ്ദേഹം അതിലിറങ്ങി സ്നാനം ചെയ്തു. കരയ്ക്ക് കയറാൻ തുടങ്ങിയപ്പോൾ അത്യുഗ്ര വിഷമുള്ള ഒരു സർപ്പം അദ്ദേഹത്തെ പിടികൂടി. ഗൃഹേതോ ഭയഭീതസ്തു പാതാളെ മുനിസത്തമ സസ്മര മനസാ വിഷ്ണും ദേവദേവം ജനാർദ്ദനം. പാതാളത്തിലേക്ക് കൊണ്ടുപോകവേ ഭയഭ്രാന്തരായ ആ മുനി പുങ്കവൻ മനസാ ദേവദേവനും ജനാർദ്ദനുമായ വിഷ്ണുവിനെ സ്മരിച്ചു. സസ്മൃതേ പുണ്ടരീകാശേ നിർവിഷോ അബുഹമഹോരഗാം ന പ്രാപ ചവനോ ദുഃഖം നീയമാനോസരസാതലം. പുണ്ടരീകാക്ഷനെ സ്മരിച്ചപ്പോൾ ആ മഹാസർപ്പം വിഷമില്ലാത്തവനായി മാറി. അതുകൊണ്ട് രസാതലത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ ചവനനോ ദുഃഖമുണ്ടായില്ല. ദിജിഹ്വേന മുനിസ്ത്യക്തോ നിർവിണ്ണേനാദിശങ്കിന മാം ചപേതാം മുനികൃ
ക്രുദ്ധസ്തപസോ അയം മഹാനിധി. ഇദ്ദേഹം മഹാതപസ്വിയാണ്, കോപിച്ച് എന്നെ ശപിച്ചാലോ എന്ന് ശങ്കിച്ച് സർപ്പരാജൻ അലസനായി അദ്ദേഹത്തെ വിട്ടു. ചചാരാനാഗകന്യാഭി പൂജിതോ മുനിസത്തമാ വിവേശാപ്യത നാഗാനാം ധാനവാനാം മഹത്പുരം. ആ മുനിപുങ്കവൻ നാഗകന്യകമാരുടെ പൂജ സൽക്കാരാദികൾ കൈക്കൊണ്ട് അവിടെയെല്ലാം സഞ്ചരിച്ചു. അങ്ങനെ നടക്കവേ ധാനവന്മാരായ നാഗന്മാരുടെ നഗരത്തിൽ അദ്ദേഹം എത്തിച്ചേർന്നു. കഥാചിത് ഭൃഗുപുത്രം തം വിചരന്തം പുരോത്തമേ ദദർശ ദൈത്യരാജോസോ പ്രഹ്ലാദോ ധർമ്മവത്സല. ഒരു ദിവസം മഹാനഗരത്തിൽ സഞ്ചരിക്കുന്ന ആ ഭൃഗുസുതനെ ദൈത്യരാജനും ധർമ്മവത്സനുമായ പ്രഹ്ലാദൻ കാണാനിടയായി. ദൃഷ്ട്വാദം പൂജയാമാസ മുനിം ദൈത്യപതിസ്തദാ തപശ്ചാകാരണം കിം തേ പാതാളാഗമനേ വധ. കണ്ട ഉടനെ ദൈത്യാധിപതിയായ പ്രഹ്ലാദൻ അദ്ദേഹത്തെ യഥാവിധി പൂജിച്ചു. പിന്നെ ചോദിച്ചു, അങ്ങ് ഈ പാതാളത്തിൽ വരാൻ കാരണമെന്ത് എന്ന് പറയൂ. പ്രേഷിതോ അസി കിമിന്ദ്രേണ സത്യം ബ്രൂഹീതി ചോത്തമ ദൈത്യവിദ്വേഷയേന മമ രാജ്യദിദൃക്ഷയാം. ഈ ബ്രാഹ്മണ, സത്യം പറയണം, ദൈത്യവിരോധിയായ ദേവേന്ദ്രൻ എന്റെ രാജ്യം കണ്ടുവരാൻ ഇങ്ങോട്ട് അയച്ചതല്ലേ? ച്യവന ഉവാച കിം നിയമകവദാ രാജൻ യദഹം പ്രേഷിതത് പുനാ ദൂതകാര്യം പ്രകുർവാണ പ്രാപ്തവാൻ നഗരേ തവ. രാജാവേ, അങ്ങയുടെ രാജ്യത്തേക്ക് എന്നെ അയച്ചത് ദൂതകാര്യം നിറവേറ്റാൻ തക്കവണ്ണം എനിക്ക് ദേവേന്ദ്രനും തമ്മിൽ എന്ത് കാര്യം? വിദ്ധിമാം ഭൃഗുപുത്രം തം സ്വനേത്രം ധർമ്മതത്പരം മാം ശങ്കാം കുരു ദൈത്യേന്ദ്ര വാസവ പ്രേഷിതസ്യ വൈ. ധർമ്മതത്പരനും ആത്മജ്ഞാനിയുമായ ഭൃഗുവിന്റെ പുത്രനാണ് ഞാനെന്ന് അറിഞ്ഞാലും ഹേ ദൈത്യേന്ദ്ര, ദേവേന്ദ്രൻ പറഞ്ഞതറിയിച്ചിട്ട് വന്നവനാണ് ഞാൻ എന്ന് അങ്ങ് ശങ്കിക്കേണ്ട. സ്നാനാർത്ഥം നർമ്മദാം പ്രാപ്ത പുണ്യതീർത്ഥേ നൃപോത്തമ നദ്യാമേവാവതീർണോഹം ഗൃഹീതശ്ച മഹാഹിനാം. രാജാവേ, സ്നാനത്തിനായി ഞാൻ പുണ്യതീർത്ഥമായ നർമ്മദയിലെത്തി. നദിയിലിറങ്ങി സ്നാനം ചെയ്ത എന്നെ ഒരു വലിയ സർപ്പം പിടികൂടി. ജാതോ അസോ നിർവിഷ സർപ്പോ വിഷ്ണോ സസ്മരണാധിവാ മുക്തോഹം തേന നാഗേന പ്രഭാവത് സ്മരണസ്യ വൈ. ഞാൻ വിഷ്ണുവിനെ ആ അവസരത്തിൽ സ്മരിച്ചതുകൊണ്ടാവാം ആ സർപ്പം വിഷമറ്റവനായി തീർന്നു. വിഷ്ണു സ്മരണയുടെ പ്രഭാവത്തിൽ സർപ്പം തന്നെ എന്നെ വിടുകയും ചെയ്തു. അത്രാഗതേന രാജേന്ദ്ര മയാപ്തം തവ ദർശനം വിഷ്ണുഭക്തോസി ദൈത്യേന്ദ്ര തദ്ഭക്തം മാം വിചിന്തയ. ഹേ രാജേന്ദ്ര, ഇവിടെ വന്നതുകൊണ്ട് എനിക്ക് അങ്ങയെ കാണാൻ കഴിഞ്ഞു. ദൈത്യരാജാവേ, അങ്ങ് വിഷ്ണുഭക്തനാണല്ലോ, ഞാനും അദ്ദേഹത്തിന്റെ ഭക്തനാണെന്ന് അറിഞ്ഞാലും. വ്യാസോവാച തന്നിശമ്യാവജശ്ലഷ്ണം ഹിരണ്യകശിപുസുതാം പപ്രച്ഛ പരയാ പ്രീത്യാ തീർത്ഥാനി വിധാനി ച. ആ മധുരമായ വാക്ക് കേട്ട് ഹിരണ്യകശിപുവിന്റെ പുത്രനായ പ്രഹ്ലാദൻ വളരെ സന്തോഷത്തോടെ വിവിധ തീർത്ഥങ്ങളെ പറ്റി അദ്ദേഹത്തോട് ചോദിച്ചു. പ്രഹ്ലാദ ഉവാച പൃഥ്വ്യാം കാനി തീർത്ഥാനി പുണ്യാനി മുനിസത്തമ പാതാളേ ച തഥാകാശേ താനിനോ വധവിസ്തരാത്. ഹേ മുനിപുങ്കവ, ഭൂമിയിൽ ഏതെല്ലാം പുണ്യതീർത്ഥങ്ങളുണ്ട്? പാതാളത്തിലും അതുപോലെ സ്വർഗത്തിലും ഉള്ള പുണ്യതീർത്ഥങ്ങൾ എന്തെല്ലാമാണ്? അവയെക്കുറിച്ച് വിസ്തരിച്ച് പറയൂ. ച്യവന ഉവാച മനോവാക്കായ ശുദ്ധാനാം രാജം സ്തീർത്ഥ പദേ പദേ തഥാ മലിന ചിത്താനാം ഗംഗാഭി കികടാധികാം. മനസ്സും വാക്കും ശരീരവും ശുദ്ധമായുള്ളവർക്ക് ഓരോ പദവും തീർത്ഥമാണ്. അതുപോലെ മലിനചിത്തർക്ക് ഗംഗ പോലും കീടദേശത്തിനു അപ്പുറത്താണ്, അത്ര വിദൂരത്തിലാണ് എന്നർത്ഥം. പ്രഥമം ചെന്മനഃശുദ്ധം ജാതം പാപവർജിതം തഥാ തീർത്ഥാണി സർവാണി പാവനാനി ഭവന്തി വൈ. ആദ്യം മനസ്സെപ്പോഴാണോ പരിശുദ്ധവും പാപരഹിതവുമായി തീർന്നത്, അപ്പോൾ എല്ലാവിടവും പരിശുദ്ധമായ തീർത്ഥങ്ങളായി ഭവിക്കും. ഗംഗാതീരേ ഹി സർവത്ര വസന്തി നഗരാണി ച രജശൈവാകരാപ്രാമ സർവേ ഖേടാസ്തദാ പരേ. ഗംഗാതീരത്തിലെങ്ങും നഗരങ്ങളും കുടിലുകളും ഗ്രാമങ്ങളും ഉപഗ്രാമങ്ങളും ഇല്ലേ? അതുപോലെ മറ്റ് നിഷാധാനാം നിവാസാശ കൈവർത്താനാം തഥാ പരേ പൂണുവംഗസാനാം ച മ്ലേച്ഛാനാം ദൈത്യസത്തമ. കാട്ടുവർഗക്കാരുടെയും മുക്കുവരുടെയും ഹൂണന്മാരുടെയും വംശന്മാരുടെയും ഗസാക്കുകളുടെയും മ്ലേച്ഛന്മാരുടെയും പാർപ്പിടങ്ങളില്ലേ? വിവന്തി സർവദാ ഗംഗാഞ്ജലം ബ്രഹ്മോപമം സദാ സ്നാനം കുർവന്തി ദൈത്യേന്ദ്ര തികാലം സ്വേച്ഛയാ ജനാം.
അവിടെയുള്ള ആളുകൾ അമൃതോപമായ ഗംഗാജലം എപ്പോഴും കുടിക്കുകയും അതിൽ 3 നേരവും മുങ്ങിക്കുളിക്കുകയും ചെയ്യുന്നില്ലേ? തത്രേകോ അഭിവിശുദ്ധാത്മാ ന ഭവത്യേവ മാരിഷ കിം ഫലം തർഹി തീർത്ഥസ്യ വിഷയോപഹതാത്മസു. എന്നിട്ടും അവരിൽ ഒരുവനെങ്കിലും ഉണ്ടോ ശുദ്ധചിത്തനായിട്ട്? അങ്ങനെയാണെങ്കിൽ വിഷയാസക്തരായി കഴിയുന്നവർക്ക് തീർത്ഥം കൊണ്ട് എന്ത് പ്രയോജനം? കാരണം മന ഏവാത്ര നാന്യദ്രാജൻ വിചിന്തയ മനഃശുദ്ധി പ്രകർത്തവ്യ സതതം ശുദ്ധിമിച്ഛതാം. അതുകൊണ്ട് മനസ്സാണ് ഇതിനു കാരണം, മറ്റൊന്നല്ല എന്ന് അറിഞ്ഞാലും. ശുദ്ധി ആഗ്രഹിക്കുന്നവൻ സദാ മനഃശുദ്ധിയാണ് ഉണ്ടാക്കേണ്ടത്. തീർത്ഥവാസി മഹാപാപി ഭവേ തത്രാത്മവഞ്ചനാത് തത്രൈവാചരിതം പാപമനന്ത്യായ പ്രകൽപ്പതേ. തീർത്ഥസ്ഥാനത്ത് വസിക്കുവാൻ മഹാപാപിയാകും തീർത്ഥസ്ഥാനത്ത് വസിക്കുന്നവൻ മഹാപാപിയാകും. കാരണം അവൻ ആത്മവഞ്ചകനാണ്. അവിടെ വെച്ച് ചെയ്യുന്ന പാപം അനന്തമായി വർദ്ധിക്കുകയും ചെയ്യും. യഥേന്ദ്രവാരുണം കപക്വം ഇഷ്ടം നൈവോപജായത്തെ ഭാവദുഷ്ടസ്തദാ തീർത്ഥ കോടി സ്നാതോ ന ശുദ്ധ്യതി. കാട്ടുവെള്ളരി പഴുത്താലും സ്വാദുള്ളതാക്കത്തതും പോലെ ഭാവശുദ്ധി ഇല്ലാത്തവൻ കോടി തീർത്ഥങ്ങളിൽ സ്നാനം ചെയ്താലും ശുദ്ധനാകുകയില്ല. പ്രഥമം മനഃശുദ്ധി കർത്തവ്യ ശുഭഭിച്ഛതാം ശുദ്ധേ മനസി ദ്രവ്യസ്യ ശുദ്ധിർഭവതി നാന്യതാം. അതുകൊണ്ട് ശുദ്ധി ആഗ്രഹിക്കുന്നവൻ ഒന്നാമതായി മനഃശുദ്ധി ഉണ്ടാകണം. മനസ്സ് ശുദ്ധമായി തീർന്നാൽ ദ്രവ്യശുദ്ധിയും ഉണ്ടായിക്കൊള്ളും, ഇല്ലാതെ വരില്ല. തഥൈവാചാരശുദ്ധി സ്യാത്തസ്തീർത്ഥം പ്രസിദ്ധ്യതി അന്യദാതു കൃതം സർവം വ്യർത്ഥം ഭവതി തക്ഷണാത്. ഹീനവർണസ്യ സംസർഗം തീർത്ഥേ ഗത്വാ സദാ ത്യജേത്. അപ്രകാരം തന്നെ ആചാരം ശുദ്ധമായി തീരും. അപ്പോൾ തീർത്ഥത്തിന്റെ ഫലവും ലഭിക്കും. അതില്ലാതെ ചെയ്യുന്നതെന്തും അപ്പോൾ തന്നെ വ്യർത്ഥമായി തീരുകയും ചെയ്യും. തീർത്ഥസ്നാനം ചെയ്യുന്നവൻ നീചന്മാരുമായുള്ള സംസർഗം ഉപേക്ഷിക്കണം. ഭൂതാനുകമ്പനം ചെയ്വ കർത്തവ്യം കർമ്മണാധിയാ യതി പൃച്ഛസി രാജേന്ദ്ര തീർത്ഥം വക്ഷ്യാമ്യനുത്തമം. ബുദ്ധി കൊണ്ടും കർമ്മം കൊണ്ടും ജീവജാലങ്ങളോട് അനുകമ്പ കാട്ടേണ്ടതാണ്. അങ്ങ് ചോദിച്ചതുകൊണ്ട് ഞാൻ ഉത്തമ തീർത്ഥങ്ങളെ പറ്റി പറയാം. പ്രഥമം നൈമിഷം പുണ്യം ചക്രതീർത്ഥം ച പുഷ്കരം അന്വേഷാം ചൈവ തീർത്ഥാനാം സംഖ്യാ നാസ്തി മഹീതലേ. ആദ്യത്തെ പുണ്യതീർത്ഥം നൈമിഷമാണ്. പിന്നെ ചക്രതീർത്ഥവും പുഷ്കരവും. ഭൂമിയിലെ മറ്റു തീർത്ഥങ്ങൾക്കു കണക്കില്ല. പാവനാനി ച സ്ഥാനാനി ബഹൂനി ന്യപസത്തമ. രാജാവേ, പുണ്യസ്ഥലങ്ങൾ ഒട്ടനേകമുണ്ട്. വ്യാസോവാച തശ്രുത്വാ വചനം രാജ നൈമിഷം ഗന്ധുമുദ്ധ്യത. അത് കേട്ടപ്പോൾ രാജാവ് നൈമിഷത്തിലേക്ക് പോകാൻ തിടുക്കം കൊണ്ടു. നോധയാമാസ ദൈത്യാൻ വൈ ഹർഷ നിർഭരമാനസ. സന്തോഷം നിറഞ്ഞ മനസ്സോടെ ദൈത്യന്മാരെ അതിനുവേണ്ടി ഉത്സാഹിപ്പിക്കുകയും ചെയ്തു. പ്രഹ്ലാദ ഉവാച ഉത്തിഷ്ഠന്തു മഹാഭാഗമിഷ്യാമോ അദ്യ നൈമിഷം. മഹാഭാഗന്മാരെ, എഴുന്നേറ്റാലും നമുക്ക് ഇപ്പോൾ നൈമിഷത്തിലേക്ക് പോകാം. ദ്രക്ഷ്യാമ പുണ്ടരീകാശം പീതവാസ സമുച്ഛതം. പീതവസനനും അച്യുതനുമായ പുണ്ടരീകാക്ഷനെ ദർശിക്കാം. വ്യാസോവാച ഇക്തിക്വാ വിഷ്ണു ഭക്തേന സർവേ തേ ധാനവാസ്തത. ഇങ്ങനെ വിഷ്ണുഭക്തനായ പ്രഹ്ലാദൻ പറഞ്ഞത് കേട്ടപ്പോൾ ധാനവന്മാർ തേനൈവ സഹ പാതാള നിർയയോ പരയാമുദാ തേ സമേത്യാച ദൈതേയാൻ ധാനവാശ മഹാബല. എല്ലാവരും അത്യധികം സന്തോഷത്തോടെ പ്രഹ്ലാദനോട് കൂടി പാതാളത്തിൽ നിന്ന് പുറപ്പെട്ടു. മഹാബലശാലികളായ ധാനവന്മാരും ദൈവതേയരും ഒത്തുചേർന്ന് നൈമിഷാരണ്യമാസാധ്യ സ്നാനം ചക്രുർമുധാന്വിത. പ്രഹ്ലാദസ്തത്ര തീർത്ഥേഷു ചരൻ ദൈത്യൈ സമന്വിത. നൈമിഷാരണ്യത്തിലെത്തി സസന്തോഷം സ്നാനം ചെയ്തു. അതിനുശേഷം പ്രഹ്ലാദൻ ദൈത്യന്മാരോട് കൂടി അവിടെയുള്ള തീർത്ഥസ്ഥാനങ്ങളിലെല്ലാം സഞ്ചരിച്ചു. സരസ്വതി മാ പുണ്യാം ദദർശ വിമലോദകാം തീർത്ഥേ തത്ര നൃപശ്രേഷ്ഠ പ്രഹ്ലാദസ്യ മഹാത്മന. തെളിനീർ നിറഞ്ഞതും മഹാപുണ്യയുമായ സരസ്വതി ദേവി അദ്ദേഹം ദർശിച്ചു. സരസ്വതി നദി അദ്ദേഹം ദർശിച്ചു. രാജാവെ, ആ തീർത്ഥദർശനത്താൽ മഹാത്മാവായ പ്രഹ്ലാദന്റെ മനഃപ്രസന്നം സംജാതം സ്നാത്വാ സരസ്വതേ ജലേ വിധിവത്തത്ര ദൈത്യേന്ദ്ര സ്നാനദാനാദികം ശുഭേ ചകാരാപി പ്രസന്നാത്മാ തീർത്ഥേ പരമാ പാവനെ. മനസ്സ് പ്രസന്നമായി തീർന്നു. ആ സരസ്വതി തീർത്ഥത്തിൽ സ്നാനം ചെയ്തിട്ട് വിധിയനുസരിച്ച് സസന്തോഷം ദൈത്യരാജാവ് ശുഭവും പാവനവുമായ തീർത്ഥപ്രദേശത്ത് വച്ച് ദാനാദികളും നിർവഹിച്ചു.
ഇതി ശ്രീദേവി ഭാഗവതേ ചതുർത്ഥസ്കന്ധേ അഷ്ടമോധ്യായ. ഓം ശ്രീ മഹാദേവേ നമഃ.